കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബിജെപിയുടെ ഏറ്റവും ശക്തമായ മുഖമാണ് ഒ രാജഗോപാൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ ഞെട്ടിച്ച് തിരുവനന്തപുരത്ത് രണ്ടാമതെത്തിയ രാജഗോപാൽ ആദർശ രാഷ്ട്രീയത്തിന്റെ മുഖം കൂടിയാണ്. ദീനദയാൽ ഉപാധ്യായയിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട് ജനസംഘത്തിലൂടെയാണ് ഒ രാജഗോപാൽ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവികൾ ജനസംഘത്തിൽ വഹിച്ച രാജഗോപാൽ 1980-ൽ ബിജെപിയുടെ ആദ്യ സംസ്ഥാന അധ്യക്ഷനായി. പിന്നീട് ദേശീയ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളും രാജഗോപാലിനെ തേടിയെത്തി. 1989-ൽ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആദ്യ തെരഞ്ഞെടുപ്പ് മത്സരം. പക്ഷേ തോൽവിയായിരുന്നു ഫലം. പലതവണ മണ്ഡലങ്ങൾ മാറി മാറി ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും ബിജെപിക്ക് വളക്കൂറില്ലാത്ത കേരളത്തിൽ താമര വിരിയിക്കാൻ രാജഗോപാലിനായില്ല. എന്നാൽ 1992-ലും 98-ലും മധ്യപ്രദേശിൽ നിന്നും രാജഗോപാലിനെ രാജ്യസഭയിലേക്ക് എത്തിച്ച് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ പുതിയ പരീക്ഷണം. ഒടുവിൽ 1999-ൽ വാജ്പേയി മന്ത്രിസഭയിൽ സഹമന്ത്രിയാക്കാനും നേതൃത്വം തയ്യാറായി. റെയിൽവേ, ആഭ്യന്തരം, നഗരവികസന വകുപ്പുകളിൽ മികച്ച പ്രകടനം. സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിന് നിർണായക സംഭാവനകൾ നൽകിയതോടെ കേരളത്തിന്റെ വികസന അംബാസഡർ എന്ന വിശേഷണം വരെ രാജഗോപാലിനെ തേടിയെത്തി. പിന്നീട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോഴൊക്കെയും വിജയഘടകം നിർണ്ണയിക്കാനാകുന്ന ബിജെപി നേതൃനിരയിലെ വ്യത്യസ്ത മുഖമായി രാജേട്ടൻ എന്ന ഒ രാജഗോപാൽ മാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബിജെപിയെ രാജഗോപാൽ രണ്ടാമതെത്തിച്ചത് ചരിത്രമായി. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.